सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। ओम नमो ब्रह्मादिभ्यो ब्रह्म विद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहित प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरिः ओम। ओम शं नो मित्रः शं वरुणः शं नो भवत्तुर्यमां शं न इन्द्रो बृहस्पतिः शं नो विष्णुरुक्रमः। नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि। ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम्। ओम शांति शांति शांतिः। എല്ലാവർക്കും ഹരി ഓം പ്രണാമം. കൃഷ്ണയജുർവേദീയ തൈത്തിരീയ ഉപനിഷത്ത് ദ്വിതീയ അധ്യായം ബ്രഹ്മാനന്ദവല്ലി ബ്രഹ്മാനന്ദ മീമാംസ അനുവാകം 8 ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ഒരുമിച്ച് പാരായണം ചെയ്യാം. ഭീഷാസ്മാദ് വാദപ്പവദേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി സൈഷാനന്ദസ്യ മീമാഗുംസ ഭവതി. യുവാസ്യ സാധു യുവാധ്യായകഃ ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ഠഃ തസ്യേയം പൃഥിവീ സർവാ വിത്തസ്യ പൂർണ്ണാ സ്യാത് സ ഏകോ മാനുഷാനന്ദഃ തേ ശതം മാനുഷാ ആനന്ദാഃ स एको मनुष्यगन्धर्वाणामानन्दः श्रोत्रियस्य च कामहदस्य ते शतं मनुष्यगन्धर्वाणामानन्दाः स एको देवगन्धर्वाणामानन्दः श्रोत्रियस्य च कामहदस्य ते शतं देवगन्धर्वाणामानन्दाः स एग पितॄणां चिरलोकलोकानामानन्दः श्रोत्रियस्य च कामहदस्य ते शतं पितॄणां चिरलोकलोकानामानन्दाः स एग आजानजानां देवानामानन्दः ते शतं देवगन्धर्वाणामानन्दः स एक पितॄणां चिरलोकलोकानामानन्दः श्रोत्रियस्य च कामहदस्य ते शतं पितॄणां चिरलोकलोकानामानन्दाः स एक आजानजानां देवानामानन्दः श्रोत्रियस्य च कामहदस्य ते शतमाजानजानां देवानामानन्दाः स एक कर्मदेवानां देवानामानन्दः ये कर्मणा देवानपि यन्ति श्रोत्रियस्य च कामहदस्य ते शतं कर्मदेवानां देवानामानन्दाः स एको देवानामानन्दः श्रोत्रियस्य च कामहदस्य ते शतं देवानामानन्दाः स एक इन्द्रस्यानन्दः श्रोत्रियस्य च कामहदस्य ते शतमिन्द्रस्यानन्दाः स एको बृहस्पतेरानन्दः श्रोत्रियस्य च कामहदस्य ते शतं बृहस्पतेरानन्दाः स
स एक प्रजापतेरानन्दः श्रोत्रियस्य च कामहदस्य ते ये शतं प्रजापतेरानन्दाः स एको ब्रह्मणानन्दः श्रोत्रियस्य च कामहदस्य स यच्छायं पुरुषे यच्चासावाधित्ये स एकः स य एवं विध अस्मान् लोकात् प्रेत्याम् एदमन्नमयमात्मानमुपसंक्रामदि एदं प्राणमयमात्मानमुपसंक्रामदि एदं मनोमयमात्मानमुपसंक्रामदि एदं विज्ञानमयमात्मानमुपसंक्रामदि ഏതമാനന്ദമയമാത്മാനമുപസംക്രാമതി തദപ്യേഷ ശ്ലോകോ ഭവതി. ബ്രഹ്മാനന്ദ മീമാംസ അനുവാകം 8 ഇവിടെ വരെയാണ്. നമ്മളതിൽ എന്തിനു വേണ്ടിയാണ് ബ്രഹ്മാനന്ദ മീമാംസ എന്ന ഈ ഭാഗം അല്ലെങ്കിൽ ഈ വിഷയം യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ 3 ഉത്തരങ്ങൾ കണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ ബ്രഹ്മാനന്ദ മീമാംസ ആരംഭിച്ചിരുന്നു. എല്ലാവരും ഈശ്വരനെ ഭയന്നിട്ടാണ് അവയുടെ ധർമ്മം ചെയ്യുന്നത് എന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷം താരതമ്യ പഠനമാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ പറഞ്ഞു തന്നത്. അതായത് ഒരു മനുഷ്യ ശരീരം കിട്ടുന്നത് തന്നെ ദുർലഭമാണ്. ആ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉത്തമമായ കാലഘട്ടം യുവാവായിരിക്കുന്നതാണ്. ആ യുവാവിന് ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എത്രമാത്രം ആനന്ദം അനുഭവിക്കാൻ സാധിക്കൂ, അതിലും 100 ഇരട്ടി ആനന്ദം മനുഷ്യ ഗന്ധർവന് ലഭിക്കുമെന്ന് പറഞ്ഞു. അതിലും 100 ഇരട്ടി ആനന്ദം ദേവഗന്ധർവന് ലഭിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ദേവഗന്ധർവനെക്കാട്ടിലും 100 മടങ്ങ് ഇരട്ടി പിതൃലോകത്തുള്ളവർ ആനന്ദിക്കുന്നു, ആ ലോകത്തുള്ള ആനന്ദം എന്ന് പറഞ്ഞു. അതിനുശേഷം പിതൃലോകത്തിനെക്കാട്ടിലും 100 മടങ്ങ് ഇരട്ടി ആജാനജാനന്മാർ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മളിനി കാണാനുള്ളത് അടുത്ത ഭാഗമാണ്. ആജാനജാനന്മാർ എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. സ്മാർത്ഥ കർമ്മം ചെയ്യുന്നു, അതായത് യജ്ഞയാഗാദി പുണ്യകർമ്മത്തിലൂടെ ദേവലോകത്ത് പിറക്കുന്നവരാണ് ആജാനജാനന്മാർ എന്ന് കണ്ടു. അതിനുശേഷം പിന്നെ നമ്മൾ ആജാനജാനന്മാരെക്കാട്ടിലും 100 മടങ്ങ് ആനന്ദം ഇനി ഏതാണ് എന്നാണ് പറയുന്നത് യാജ്ഞവൽക്യ മഹർഷി. ഇദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് പഠനം തുടരാം. സയേക കർമ്മദേവാനാം ദേവാനാമാനന്ദഃ, കർമ്മദേവന്മാരുടെ ആനന്ദം. ശ്രൗദ്ധകർമ്മം ചെയ്യുന്നവരാണ് ഇവിടെ. അതായത് ശ്രൗദ്ധകർമ്മം എന്താണെന്ന് വെച്ചാൽ വേദത്തിൽ നിർദ്ദേശിച്ച കർമ്മം ചെയ്ത് പുണ്യത്തിലൂടെ ദേവലോകത്ത് ജനിക്കുന്നവർ, അതാണ് കർമ്മദേവന്മാർ. അപ്പോൾ യജ്ഞയാഗാദികൾ എന്ന് വെച്ചാൽ സ്മാർത്ഥകർമ്മം, ശ്രൗദ്ധകർമ്മം എന്ന് വെച്ചാൽ വേദത്തിൽ നിർദ്ദേശിക്കുന്ന കർമ്മങ്ങൾ, അതിലൂടെ ദേവലോകത്ത് പിറക്കുന്നവരാണ് കർമ്മദേവാനം. അവർ ഈ ആജാനജാനന്മാരെക്കാട്ടിലും 100 മടങ്ങ് ഇരട്ടി ആനന്ദം അനുഭവിക്കുന്നവരാണ്. തേ ഏ കർമ്മണാ ദേവാന പിയന്തി, ഈ കർമ്മദേവതകൾ വേദകർമ്മത്തിലൂടെ പുണ്യം സമ്പാദിച്ച് ആ പുണ്യത്തിലൂടെ ദേവലോകത്ത് ജനിക്കുന്നവരാണ്. ആരാണിവർ? ഒന്നുകൂടെ പറയാം. ഈ കർമ്മദേവതകൾ അല്ലെ, കർമ്മദേവാനാം നമ്മൾ കണ്ടല്ലോ. ആ കർമ്മദേവതകൾ എങ്ങനെയുള്ളവരാണ്? വേദകർമ്മത്തിലൂടെ, വേദം നിർദ്ദേശിക്കുന്ന കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ച് അനേക കാലം കൊണ്ട് പുണ്യം സമ്പാദിച്ച് ആ പുണ്യത്തിലൂടെ ദേവലോകത്ത് ജനിക്കുന്നവരാണ് കർമ്മദേവന്മാർ. ശ്രോത്രിയസ്യാച കാമഹദസ്യ, ശ്രോത്രിയനും അകാമഹതനുമായ വിരക്തൻ ആജാനജാനന്മാരായി, അതായത് സ്മാർത്ഥകർമ്മത്തിലൂടെ ദേവലോകത്ത് പിറന്നവർ. ആ ദേവലോകത്തിരുന്നു കൊണ്ട് തന്നെ എന്താണ് ഈ ശ്രൗദ്ധകർമ്മം അനുഭവിക്കുന്നവർ ലഭിക്കുന്ന ആനന്ദത്തെ ഈ ശ്രോത്രിയനും അകാമഗതനുമാണെങ്കിൽ അവർക്ക് ലഭിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ സ്മാർത്ഥകർമ്മം ചെയ്ത് പുണ്യലോകത്തെത്തിയാലും ശ്രൗദ്ധകർമ്മം ചെയ്ത് പുണ്യലോകത്തെത്തിയാലും എന്താ
അതൊക്കെ എത്രയോ താഴെയാണ് അവരനുഭവിക്കുന്ന ആനന്ദം ജീവൻ മുക്തൻ അനുഭവിക്കുന്ന ആനന്ദവുമായി അല്ലെങ്കിൽ ബ്രഹ്മാനന്ദവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ താഴെയുള്ള ആനന്ദമാണ്. ഇതൊക്കെ പുണ്യം തീർന്നാൽ നശിക്കുന്ന ആനന്ദം. നമ്മൾ ഇന്നലെ പറഞ്ഞ ഉദാഹരണം എപ്പോഴും ഓർത്താൽ മതി. ഈ അറബ് നാടുകളിൽ പോയി നമ്മൾ ചേക്കേറുന്നത്, അവിടുത്തെ കാലാവധി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരണം. അത് തന്നെയാണ് ഏത് ലോകത്ത് പോയി നമ്മൾ എത്ര ഭോഗം അനുഭവിച്ചാലും ആ പുണ്യം ക്ഷയിക്കുമ്പോൾ നമ്മൾ വിസ തീരുമ്പം മടങ്ങി വരുന്നത് പോലെ നമ്മൾ പുണ്യം ക്ഷയിക്കുമ്പോൾ ഈ ഉയർന്ന ലോകത്ത് നിന്നും ഭോഗം അനുഭവിക്കുന്നതൊക്കെ അവസാനിച്ച് മടങ്ങി വരണം. പക്ഷെ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകരുത് എന്ന് യാജ്ഞവൽക്യ മഹർഷി ഓർമ്മിപ്പിക്കുകയാണ്. നാം എന്ത് ചെയ്യണം? നാം ഇഹലോകത്ത് തന്നെ ഇരുന്ന് വേദാന്തത്തിലൂടെ ശ്രോത്രിയനായി അകാമഹതനായി വിരക്തനായി ജീവൻ മുക്തനാകാൻ ശ്രമിക്കൂ. അവർ ഒരിക്കലും നശിക്കാത്ത പരമാനന്ദത്തെ അടയുവാൻ സാധിക്കും എന്ന് പറയുകയാണ്. തേയേഷധം കർമ്മ ദേവാനാമാനന്ദാഹം. കർമ്മദേവതകളുടെ 100 മടങ്ങ് ആനന്ദം. ഇനി അടുത്തത് പറയുകയാണ് സയേകോ ദേവാനാമാനന്ദ. അത് ദേവതകളുടെ ആനന്ദത്തിന് പോലെ. അതായത് ഇവിടെ എഴുതിക്കോളൂ, സ ഏക ദേവാനാമാനന്ദ. ഇവിടെ ദേവന്മാരെന്ന് വെച്ചാൽ 33 മുഖ്യ ദേവതകൾ. ദേവലോകത്തുള്ള 33 മുഖ്യ ദേവതകളെയാണ് ഇവിടെ പറയുന്നത്. ആരൊക്കെയാണെന്ന് എഴുതിക്കോളൂ. ഈ 33 പേര്, 30 മുക്കോടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ശരിക്കും മുഖ്യ ദേവതകൾ 33 പേരാണ്. 8 വസുക്കൾ, 11 രുദ്രന്മാർ 11. 8 വസുക്കൾ, 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ. 8 വസുക്കൾ, 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ, 1 ഇന്ദ്രൻ, 1 പ്രജാപതി. 1 ഇന്ദ്രൻ, 1 പ്രജാപതി. ഇവരാണ് മുഖ്യ ദേവതകൾ. 33 മുഖ്യ ദേവതകൾ ദേവലോകത്തുള്ളവർ. ഇവർ ഈ ശ്രൗതകർമ്മവും സ്മാർത്ഥകർമ്മവും ഒക്കെ ചെയ്ത് ദേവലോകത്തെത്തുന്നവരെക്കാട്ടിലും പുണ്യമുള്ളവരാണ് ദേവതാ പദവി അലങ്കരിക്കുന്നവൻ. പക്ഷേ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, നാം ശ്രോത്രിയരും മഹാമഹതരുമായി വിരക്തരായി ജീവൻ മുക്തരായാൽ ഇവരനുഭവിക്കുന്നതിനെക്കാട്ടിലും 10 മടങ്ങ് ഇരട്ടി ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ബ്രഹ്മാനന്ദവുമായി താരതമ്യം ചെയ്യുമ്പോൾ ദേവതകൾ അനുഭവിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ദ്രൻ എന്ന് പറയുന്നതും പ്രജാപതി എന്നൊക്കെ പറയുന്നത് കിട്ടാൻ കോടിക്കോടി ജന്മം തപസ് ചെയ്യണം, എങ്കിലേ ആ സ്ഥാനത്തേക്ക് എത്തുകയുള്ളൂ. അവരുടെ ആ സ്ഥാനം പോലും നശ്വരമാണ്. അവരനുഭവിക്കുന്ന ആനന്ദം പോലും നശിക്കുന്നതാണ്. അതുകൊണ്ട് നശിക്കാത്ത ആനന്ദമായ ബ്രഹ്മാനന്ദത്തെ നുകരൂ. അതിനുവേണ്ടി ശാസ്ത്രം ശ്രവിക്കൂ, പഠിക്കൂ, ലോകത്തിനോടും ശരീരത്തിനോടും നശ്വരതയോട് വിരക്തനാകൂ എന്ന് പഠിപ്പിച്ചു തരികയാണ് യാജ്ഞവൽക്യ മഹർഷി ചെയ്യുന്നത്. ശ്രോത്രിയസ്യ ച അകാമഹതസ്യ തേയേഷധം ദേവാനാമാനന്ദാഹം. ഈ 33 ദേവതാക്കളെക്കാട്ടിലും 100 മടങ്ങ് ആനന്ദം ആരാണ്? സയേക ഇന്ദ്രസ്യാനന്ദ. ഇന്ദ്രൻ്റെ ആനന്ദം. അല്ല, ഈ ദേവതകളിൽ നേതാവാണ് ഇന്ദ്രൻ. അല്ല, ഇന്ദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നേതാവെന്നാണ്. അപ്പോൾ ഇവിടെ നേതാവായ ഇന്ദ്രനാണ് ഏറ്റവും അധികം ആനന്ദം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രൻ്റെ ആനന്ദം പറയുകയാണ്. ആ ഇന്ദ്രനെക്കാട്ടിലും അളവറ്റ ആനന്ദമാണ് ശ്രോത്രിയസ്യ ച കാമഹതസ്യ. ശ്രോത്രിയനും അകാമഹതനുമായ ജീവൻ മുക്തൻ അടയുന്നതും. തേയേഷതമിന്ദ്രസ്യാനന്ദാഹ. ഇന്ദ്രനെക്കാട്ടിലും 100 മടങ്ങ് ഇരട്ടി ആനന്ദം സയേകോ ബൃഹസ്പതിരാനന്ദ. ബൃഹസ്പതി എന്ന് വെച്ചാൽ ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി. ആ ബൃഹസ്പതി ഇന്ദ്രനെക്കാട്ടിലും 100 മടങ്ങ് ഭോഗാനന്ദം അനുഭവിക്കാനുള്ള പുണ്യമുള്ള ആളാണ്. അദ്ദേഹത്തിനെക്കാട്ടിലും
10 മടങ്ങ് ഇരട്ടി ആനന്ദം ആർക്ക് അനുഭവിക്കാൻ സാധിക്കും? ശ്രോത്രിയസ്യ ചാകാമഹതസ്യ തേ ശതം ബൃഹസ്പതേരാനന്ദാഃ. ബൃഹസ്പതിയുടെ ആനന്ദത്തിനെക്കാട്ടിലും 100 മടങ്ങ് ആനന്ദം സ ഏക പ്രജാപതേരാനന്ദഃ. ബൃഹസ്പതിയുടെ മുകളിലുള്ള ആളാണ് അടുത്തത് പ്രജാപതി. പ്രജാപതി, ബൃഹസ്പതി, ഇന്ദ്രൻ, ദേവതകൾ, അങ്ങനെ താഴേക്ക് പോകുന്നത്. അപ്പോൾ പ്രജാപതിക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ പ്രജാപതിയെക്കാട്ടിലും ആനന്ദം ഈ ലോകത്തിരുന്നു കൊണ്ട് ആർക്ക് സാധിക്കും? ശ്രോത്രിയസ്യ ചാകാമഹതസ്യ. ശ്രദ്ധിക്കണേ, എത്ര തവണയാണ് ഈ അനുവാകത്തിൽ ശ്രോത്രിയസ്യ ചാകാമഹതസ്യ ഒന്ന് എണ്ണി നോക്കൂ. അപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അസകൃതുപദേശാത് ആവർത്തിച്ച് യാജ്ഞവൽക്യ മഹർഷി ഉപദേശം തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നാണ്. തേ ശതം പ്രജാപതേരാനന്ദഃ. പ്രജാപതിയെക്കാട്ടിലും 100 മടങ്ങ് ആനന്ദം സൈകോ ബ്രഹ്മണാനന്ദഃ. ഇവിടെ ബ്രഹ്മണ എന്ന് വെച്ചാൽ ബ്രഹ്മാവ് അല്ലേ, ചതുർമുഖ ബ്രഹ്മാവ്. അപ്പോൾ പ്രജാപതിയെക്കാട്ടിലും ഉയർന്ന ആളാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് പ്രജാപതി അനുഭവിക്കുന്നതിനെക്കാട്ടിലും 100 മടങ്ങ് ഇരട്ടി ആനന്ദം അനുഭവിക്കുന്ന ആളാണ്. ശ്രോത്രിയസ്യ ചാകാമഹതസ്യ. ശ്രോത്രിയനും അകാമകഥനുമായാൽ അവർക്ക് ബ്രഹ്മാവിൻ്റെ അതേ ആനന്ദം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗ്രഡേഷൻ നമുക്ക് നോക്കാം. ആദ്യം മനുഷ്യൻ, പിന്നെ മനുഷ്യഗന്ധർവൻ, ദേവഗന്ധർവൻ, പിതൃലോകത്തുള്ളവർ, ആജാനജാനന്മാർ, കർമ്മദേവന്മാർ, 33 ദേവതകൾ, ഇന്ദ്രൻ, ബൃഹസ്പതി, പ്രജാപതി, ബ്രഹ്മൻ അല്ലെങ്കിൽ ബ്രഹ്മാവ്, അവസാനം ആരാണ്? ഓംകാരം, അതായത് ജീവൻ മുക്തൻ. ഒരു രക്ഷയില്ല. സ യച്ഛായം പുരുഷേ യച്ഛാസാവാദിത്യഃ. സ യച്ഛായം പുരുഷേ യച്ഛാസാവാദിത്യ. സ യച്ഛായം എന്ന് വെച്ചാൽ ഇവിടെ ആനന്ദത്തിൻ്റെ ഈ 11 സ്റ്റെപ്പുകൾ പറയുകയാണ്. എഴുതിക്കോളൂ വേണ്ടവർ, നമ്മൾ പഠിച്ചത് തന്നെയാണ്. ആദ്യം മനുഷ്യൻ, അതായത് യുവാവായിരിക്കുന്ന ആനന്ദം. രണ്ടാമത്തത് മനുഷ്യഗന്ധർവൻ, മൂന്നാമത്തത് ദേവഗന്ധർവൻ. അപ്പോൾ 1 മനുഷ്യൻ, 2 മനുഷ്യഗന്ധർവൻ, 3 ദേവഗന്ധർവൻ, 4 പിതൃലോകം, 5 ആജാനജാനം. നമ്മൾ കണ്ടത് തന്നെയാണ്, പോയിൻ്റായിട്ട് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ ഗ്രഡേഷൻ പറയുകയാണ്. മനുഷ്യൻ, മനുഷ്യഗന്ധർവൻ, ദേവഗന്ധർവൻ, പിതൃലോകം, ആജാനജാനം. 6 കർമ്മദേവൻ. 7 33 ദേവതകൾ. 8 ഇന്ദ്രൻ. 9 ബൃഹസ്പതി. 10 പ്രജാപതി. 9 ബൃഹസ്പതി, 10 പ്രജാപതി, 11 ബ്രഹ്മാവ്, ചതുർമുഖ ബ്രഹ്മ, 11 ബ്രഹ്മാവ്. ഈ 11 സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാവേ. മനുഷ്യൻ, മനുഷ്യഗന്ധർവൻ, ദേവഗന്ധർവൻ, പിതൃലോകം, ആജാനജാനം, കർമ്മദേവൻ, 33 ദേവതകൾ, ഇന്ദ്രൻ, ബൃഹസ്പതി, പ്രജാപതി, ബ്രഹ്മാവ്. അതാണ് സയച്ചായം. അതായത് ഈ 11 തരത്തിലുള്ള ശരീരികൾ അനുഭവിക്കുന്ന ആനന്ദം
പുരുഷേ എന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിൽ. സയച്ചായം പുരുഷേ എന്ന് വെച്ചാൽ ഈ 11 സ്റ്റെപ്സ്, ഈ ആനന്ദത്തിൻ്റെ ഈ 11 വിവിധ ശരീരങ്ങൾ മനുഷ്യ ശരീരത്തിൽ, പുരുഷേ മനുഷ്യ ശരീരത്തിൽ, യച്ചാസാവാദിത്യ, യച്ചാസാവ ആദിത്യ, ഏതൊരാനന്ദമാണോ ബ്രഹ്മൻ അനുഭവിക്കുന്നത്. അതായത് ഇവിടെ ആദിത്യൻ എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, ഏതൊരു ജീവാത്മാവാണോ പരമാവധി ആനന്ദം അനുഭവിക്കുന്നത് അതിനെയാണ് ഇവിടെ ആദിത്യൻ എന്ന് പറയുന്നത്. അതായത് 11ാമത്തെ സ്റ്റെപ്പ്. ശ്രദ്ധിക്കണേ, ഈ വാക്കുകൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഇവിടെ ആദിത്യൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, അല്ലാണ്ട് സൂര്യൻ എന്നുള്ള അർത്ഥമല്ല. 11ാമത്തെ ആൾ, നമ്മൾ സ്റ്റെപ്പ് എഴുതിയല്ലോ, മനുഷ്യൻ മുതൽ ബ്രഹ്മാവ് വരെയുള്ള 11ാമത്തെ ആളാണ് ബ്രഹ്മ. അപ്പോൾ ഇവിടെ ആദിത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മാവെന്നാണ്. അതായത് മാക്സിമം ഹാപ്പിനെസ് അനുഭവിക്കുന്ന ജീവാത്മ. അതിനെ യാജ്ഞവൽക്യ മഹർഷി ആദിത്യനോട് ഉപമിച്ചിരിക്കുകയാണ്. അതായത് ആദിത്യനാണല്ലോ ഏറ്റവും പ്രകാശസ്വരൂപൻ, എല്ലാത്തിനും പോഷണം നൽകുന്നത്, അല്ലേ, പ്രത്യക്ഷ ദേവത. അപ്പോൾ ആ ഒരു ആദിത്യൻ്റെ ആ ബഹുമാനം നമ്മൾ നൽകുന്നതും ആ ആദിത്യൻ്റെ സ്വഭാവ വിശേഷണങ്ങളുമൊക്കെ ഇവിടെ ഉപമിച്ച് പറയുകയാണ്. ബ്രഹ്മാവിനെ ആദിത്യനോട് ഉപമിച്ച് പറയുന്നു എന്നേ ഉള്ളൂ, ഒന്നുമില്ല. ആദിത്യൻ ഇവിടെ റെഫർ ചെയ്യുന്നത് 11ാമത്തെ സ്റ്റെപ്പായ ബ്രഹ്മ, അത്രമാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സയച്ചായം പുരുഷേ യച്ചാസാവാദിത്യ എന്ന് വെച്ചാൽ ആരാണോ ശ്രോത്രിയനും അകാമഹതനും ആയി ലോകത്തിനോടും ശരീരത്തിനോടും മറ്റുള്ള ഏതൊരു ജീവാത്മാവിനോടും വിരക്തിയോടുകൂടി ഇരുന്നാൽ അവരെന്താണ്, ഈ ചതുർമുഖ ബ്രഹ്മാവ് അനുഭവിക്കുന്ന അതേ ആനന്ദത്തെ അവർക്ക് ലഭിക്കുമെന്ന്. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. സ ഏകഃ, അത് രണ്ടും ഒന്നാണെന്ന്. സ യച്ചായം പുരുഷേ യച്ചാസാവാദിത്യ സ ഏകഃ, ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. നമ്മൾ ഒന്നെങ്കിൽ 1 മുതൽ 11 ശരീരം, ഈ 11 സ്റ്റെപ്പുണ്ടല്ലോ, മനുഷ്യൻ, മനുഷ്യഗന്ധർവൻ, ദേവഗന്ധർവൻ, പിതൃലോകം, ആജാനജാനൻ, കർമ്മദേവൻ, 33 ദേവതകൾ, ഇന്ദ്രൻ, ബൃഹസ്പതി, പ്രജാപതി, ബ്രഹ്മാവ്. ഈ 11 സ്റ്റെപ്പ് വരെ നമ്മൾക്ക് എന്താ, ജന്മമെടുത്ത് പല ജീവശരീരം എടുത്തെടുത്ത് 1 by 1 ആയിട്ട് ആനന്ദം അനുഭവിച്ച് നമ്മൾ പോകാം. അങ്ങനെ മാക്സിമം നമ്മൾക്ക് മനുഷ്യനിൽ നിന്നും ബ്രഹ്മാവ് വരെ ആകാം. പക്ഷെ അതിന് കോടി കണക്കിന് ജന്മം വേണം, ചിലപ്പോൾ യുഗങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറയാം, നിങ്ങൾക്ക് അതാണോ വേണ്ടത്, അല്ലെങ്കിൽ എന്താണ്, മനുഷ്യ ശരീരത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ലോകത്തിനോട് വിരക്തിയോടുകൂടി പരമാത്മാവ് മാത്രമേ ഉള്ളൂ ഏകമായ സത്യം, ആ ആനന്ദത്തെ ആര് അറിയുന്നുവോ അവർക്കെന്താണ്, ഈ 11 സ്റ്റെപ്പ് പോയി അവരെന്താ, മനുഷ്യരിൽ നിന്നും നേരെ പരമാത്മാനന്ദത്തിലേക്ക്, ബ്രഹ്മാനന്ദത്തിലേക്ക് നേരിട്ട് കിടക്കും. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾക്ക് ഈ 1 by 1 ആയിട്ട് ഓരോ ശരീരം എടുത്തെടുത്ത് പോകണോ, അതോ മനുഷ്യനിൽ നിന്നും നേരിട്ട് നമുക്ക് ബ്രഹ്മാനന്ദത്തെ നുകരണോ? അത് നമ്മുടെ ചോയ്സാണ്, നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഏതാ എളുപ്പം? ബ്രഹ്മാനന്ദമാണ്. അതെങ്ങനെ നേടാം? നമ്മൾ ശാസ്ത്രത്തിലൂടെ, ഗുരുപരമ്പരയിലൂടെ, ശ്രവണത്തിലൂടെ, അല്ലേ, ഉപാസനയിലൂടെ ഭഗവാനിലേക്ക് അടുക്കുക. അതാണ് ഇവിടെ പറയുന്നത്. സയ ഏവം വിത്, ഏതൊരാളാണോ ഈ വിധം പരമാത്മാവിനെ അറിയുന്നത്, സർവ ജീവരാശികളിലും കുടികൊള്ളുന്ന ചൈതന്യം ഒന്ന് എന്ന് ആരറിയുന്നു, അതാണ് സയ ഏവം വിത്. യാതൊരാളാണോ പരമാത്മ ചൈതന്യത്തിനെ എല്ലാവരിലും കാണുന്നത്, അസ്മാത് ലോകാത് പ്രേത്യ, അവർ ഈ ലോകം വിട്ട്, അതായത് ഈ ലോകത്തിനോടുള്ള സർവബന്ധനവും ഉപേക്ഷിച്ച് വിരക്തിയെ അടഞ്ഞ് അവരെന്താണ്, നിരപേക്ഷമായ ആ ആനന്ദത്തിലേക്ക്
ഉയരുന്നു എന്ന് പറയുകയാണ്. അസ്മാത് ലോകാൻ പ്രേത്യ, അതായത് മഹാത്മാക്കൾ ഈ ശരീരത്തിലോട്ടുള്ള ബന്ധനത്തെ ഉപേക്ഷിച്ച് അല്ലേ ഈ ലോകവുമായോ സർവവുമായോ ഒരു ബന്ധവുമില്ലാതെ അവർ പരമാത്മാവിലേക്ക് ലയിക്കുന്നു. എങ്ങനെയാണ് ആ ലയം? അത് പറയുകയാണ്. ഏതമന്നമയമാത്മാനമുപസംക്രാമതി, അവർ അന്നമയം എന്നാണ് ആത്മാവെന്ന് ഭാവിച്ച് അന്നമയത്തിനോടുള്ള ആ അറ്റാച്ച്മെൻറ്റ് ഉപേക്ഷിക്കുന്നു അല്ലേ. അന്നമയം ഞാനാണ് എന്നുള്ള ആ ഭാവത്തിന് നമ്മൾ ആ പഞ്ചകോശ വിവേകം ഇവിടെ ത്യജിക്കുകയാണ്, അപവാദം ചെയ്യുകയാണ്, അതായത് ഡിറ്റാച്ച് ചെയ്യുകയാണ്. എൻ്റെ അല്ല അന്നമയം അല്ലേ, പരമാത്മാവിൻ്റെ സ്വത്താണ് അത് എന്ന്. ഏതം പ്രാണമയം ഉപസംക്രാമതി, പ്രാണമയം ഞാൻ എന്ന അഭിമാനത്തെ ത്യജിക്കുന്നു. ഏതം മനോമയമാത്മാനമുപസംക്രാമതി, മനോമയം ഞാൻ എന്നുള്ള അഭിമാനത്തെ ത്യജിക്കുന്നു. ഏതം വിജ്ഞാനമയമാത്മാനമുപസംക്രാമതി, ഞാൻ വിജ്ഞാനമയവാനാണ് അല്ലെങ്കിൽ എനിക്ക് വിജ്ഞാനമയം ഉണ്ട് എന്നുള്ള ആ പൂർണ്ണമായ അഭിമാനത്തെ ത്യജിക്കുന്നു. ഏതമാനന്ദമയമാത്മാനമുപസംക്രാമതി, ആനന്ദമയ അഭിമാനത്തെയും ത്യജിക്കുന്നു. തദപ്യേഷ ശ്ലോകോ ഭവതി, അതായത് ഈ വിഷയം ഇനി അടുത്ത അനുഭാഗത്തിലും തുടരുന്നു എന്ന്. അപ്പോൾ ഈ അനുഭാഗത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ബ്രഹ്മാനന്ദ മീമാംസ, ഓരോ ജീവാത്മാക്കളും അനുഭവിക്കുന്ന ആനന്ദം പറഞ്ഞു. മനുഷ്യനെക്കാട്ടിലും 100 മടങ്ങ് ഇരട്ടി അടുത്ത ജീവൻ, അതിനെക്കാട്ടിലും 100 മടങ്ങ് ഇരട്ടി അടുത്ത ജീവൻ, 100 മടങ്ങ് ഇരട്ടി ഇങ്ങനെ ഗ്രഡേഷൻ പറഞ്ഞു. അവസാനം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്ന ശരീരം ബ്രഹ്മാവിൻ്റെയാണ്. ആ ബ്രഹ്മാവ് അനുഭവിക്കുന്ന ആനന്ദത്തിനെക്കാട്ടിലും ഉയർന്ന ആനന്ദമാണ് പരമാത്മാ ആനന്ദം അല്ലേ. അതിനെ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നു. അത് നമ്മൾക്ക് മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഈ കോശങ്ങളുമായിട്ടുള്ള താതാത്മ്യത്തിന്, ബന്ധനത്തിൽ അല്ലേ, എനിക്ക് ശരീരമുണ്ട് അല്ലേ, എനിക്ക് അന്നമയമുണ്ട്, എനിക്ക് മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, എൻ്റെയാണ് ഈ ശരീരം, എൻ്റെ സ്വത്താണ്, ഞാൻ കൊണ്ടുവന്നതാണ്, എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ ഭാവം ഉപേക്ഷിച്ചാൽ നമ്മൾക്കെന്താ ഈശ്വരനിലേക്ക് അടുക്കാൻ സാധിക്കും എന്ന് യാജ്ഞവൽക്യ മഹർഷി ബ്രഹ്മാനന്ദ മീമാംസയിലൂടെ പറഞ്ഞു തന്നു. ഇനി നമുക്ക് അടുത്ത അനുവാകവും കൂടെ കാണാം. അതോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയാണ്. അനുവാകം 9 എഴുതിക്കോളൂ. ജ്ഞാനഫലം. ആരാണോ ഇങ്ങനെ പഞ്ചകോശ വിവേകത്തിലൂടെ ശരീര അഭിമാനം പൂർണ്ണമായും ത്യജിച്ച് ഈശ്വരന് തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നത്, അവർക്ക് എന്ത് ഫലമാണ് കിട്ടുന്നത്? അതാണ് പറയുന്നത്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കുതച്ഛനേതി ഏതകും ഹവാവന തപതി കിമഹം സാധുനാ കരവം കിമഹം പാപമകരവമിതി സയേവം വിദ്വാൻ ഏതേ ആത്മാനഗസ്പൃണതേ ഉഭയൈവൈഷയേതേ ആത്മാനഗസ്പൃണതേ യേവം വേദ ഇത്യുപനിഷദ്. ഒന്നുകൂടെ ചൊല്ലാം. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കുതച്ഛനേതി ഏതഹം ഹവാവന തപതി കിമഹം സാധുനാ കരവം കിമഹം പാപമകരവമിതി സയേവം വിദ്വാൻ ഏതേ ആത്മാനഗസ്പൃണുതേ ഉഭയൈവൈഷയേതേ ആത്മാനഗസ്പൃണുതേ യേവം വേദ ഇത്യുപനിഷദ്. അനുവാകം 9 ജ്ഞാനഫലം. അതായത് ജീവബ്രഹ്മ ഐക്യ ജ്ഞാനനിഷ്ഠ അടഞ്ഞ ഒരു ആള്, അവർക്ക് എന്ത് ഫലമാണ് ശാസ്ത്രം കൽപ്പിച്ചിരിക്കുന്നത് എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. യഥോ വാചോ നിവർത്തന്തേ,
ബ്രഹ്മനിൽ നിന്നും വാക്ക് മടങ്ങി വരുന്നു. എങ്ങനെ മടങ്ങി വരുന്നു? അപ്രാപ്യ മനസാ സഹ. അപ്രാപ്യം, അപ്രാപ്യം എന്ന് വെച്ചാൽ സാധിക്കാതെ, ബ്രഹ്മനെ അടയുവാൻ സാധിക്കാതെ മടങ്ങി വരുന്നു മനസ്സിനോടൊപ്പം വാക്ക്. അതാണ് യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ, ബ്രഹ്മജ്ഞാന നിഷ്ഠ ലഭിച്ചവൻ. അതായത് ബ്രഹ്മനെ വാക്കിനാലും മനസ്സിലാലും അറിയുവാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് തിരിച്ചറിയുന്നു. അതാണ് ആദ്യത്തെ 2 വാക്കിൻ്റെ അർത്ഥം. യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്ന് വെച്ചാൽ ആ ആനന്ദ സ്വരൂപിയായ പരമാത്മാവിനെ അറിയുന്ന വിദ്വാൻ പറയുന്നു, അയ്യോ ഇത് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും വർണ്ണിക്കാൻ സാധിക്കുന്നതല്ല ബ്രഹ്മൻ, അല്ലേ, അതിലും എത്രയോ ഇരട്ടി ആനന്ദമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന്. ഇപ്പോൾ നമുക്കൊരു വേദന വരികയാണ്, അത് എനിക്കേ അറിയുള്ളൂ. ഒരാളോട് നമ്മളിപ്പോൾ ഡോക്ടറോട് പറയാം എനിക്ക് കൈക്ക് വേദനയാണ്, അപ്പോൾ പറയുന്നതിന് ഒരു പരിധിയുണ്ടല്ലേ, കൈയുടെ ഈ ഭാഗം ഇവിടെ വേദന അല്ലേ, അപ്പം ഡോക്ടർ പരിശോധിക്കുന്നു. പക്ഷേ ഡോക്ടർക്ക് അത് അനുഭവിക്കാൻ സാധിക്കില്ല. ആ വേദന അനുഭവിക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. അപ്പോൾ അനുഭവം എന്നത് അവനവന് സ്വന്തമാണത്. അതുപോലെ ഇവിടെ വിദ്വാൻ പറയുകയാണ്, വിദ്വാൻ എന്ന് വെച്ചാൽ ഈ പഞ്ചകോശ വിവേകം നടത്തി ബ്രഹ്മാനന്ദ മീമാംസയിലൂടെ ബ്രഹ്മനിഷ്ഠയെ പ്രാപിക്കുന്നവൻ, ആ ജീവൻ മുക്തൻ പറയുകയാണ്, അയ്യോ ഇതെനിക്ക് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പറയാൻ സാധിക്കില്ല, അത്രയോ ഇരട്ടിയ മടങ്ങ് ആനന്ദമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന്. ന വിഭേദി കുതച്ചനേതി. ആരാണോ ഇങ്ങനെ വിദ്വാനായി മാറുന്നത് അവർക്ക് എന്താണ്? ഒന്നിനാലും ന വിഭേദി, അവർക്ക് ഭയമേ ഇല്ല. കുതച്ചന ഇതി, ഒന്നിനാലും ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാൽ പോലും അവർ കുലുങ്ങില്ല, ഒന്നിനാലും അവർക്ക് ഭയമില്ല, അല്ലേ, ഭയം അവരെ ബാധിക്കില്ല. മനുഷ്യൻ്റെയും സർവ്വജീവരാശികളുടെയും ഏറ്റവും ഉയർന്ന വികാരം എന്ന് പറഞ്ഞാൽ ഭയം എന്നതാണ്, അല്ലേ. ആ ഭയമില്ലാണ്ടായാൽ പിന്നെ ജീവൻ മുക്തിയായി. ആർക്ക് മാത്രമേ ഭയമില്ലാത്ത അവസ്ഥ കിട്ടൂ? ജീവൻ മുക്തന് മാത്രം. എങ്ങനെ? ജ്ഞാനനിഷ്ഠയിലൂടെ. അപ്പോൾ നമ്മൾ ഈശ്വരനോട് അടുക്കും തോറും ഈശ്വരൻ നമ്മളുടെ ഭയത്തിനെ എടുത്തു കളയും. ഏതകം ഭവാവന തപതി. ഈ ജ്ഞാനനിഷ്ഠനെ ഒന്നും തന്നെ തപിപ്പിക്കുകയില്ല. ഏതഹ വാവ, അതായത് നിശ്ചയമായിട്ട്. അതാണ് ഏതഹ എന്ന് വെച്ചാൽ ഇയാളെ, ആരെ? ഈ വിദ്വാനെ, ഈ ജ്ഞാനനിഷ്ഠനെ. ഹ വാവ എന്ന് വെച്ചാൽ നിശ്ചയമായിട്ടും. ന തപതി, ഒന്നും തന്നെ തപിപ്പിക്കുകയില്ല. തപിപ്പിക്കുക എന്ന് വെച്ചാൽ ദുഃഖം. എന്ത് വലിയ ദുഃഖവാർത്ത നമ്മൾ ചെന്ന് ജ്ഞാനനിഷ്ഠനോട് ജീവൻ മുക്തനോട് പറഞ്ഞാലും എന്താ, അവർക്കൊരു ദുഃഖവുമില്ല. കാരണം എന്താ? അവരിതൊരു നാടകം, ഈ ലോകം ഭഗവാൻ അഭിനയിക്കുന്ന ഒരു നാടകം മാത്രമായി കാണുന്നു, അല്ലേ. എന്തായാലും ഇതെല്ലാം മഹാപ്രളയത്തിൽ നശിക്കും, പിന്നെ അതിൽ കൂടുതൽ ഇവിടെ എന്ത് ദുഃഖം വരാനാണ് എന്ന്, അല്ലേ. അവരാനന്ദം അനുഭവിക്കുമ്പോൾ ഈ ലോകത്ത് നശ്വരതയായ ഒന്നും അവരെ ദുഃഖിപ്പിക്കുകയില്ല. കിമഹം സാധുനാ കരവം. കിമഹം, ഏതൊരു കാരണത്തിനാൽ, സാധു ന കരവം, ഞാൻ നന്മയെ, പുണ്യത്തെ, സാധു എന്ന് വെച്ചാൽ നന്മ അല്ലെങ്കിൽ പുണ്യം, പുണ്യം ചെയ്യുന്നില്ല. ന അകരവം, ചെയ്യുന്നില്ല. ഏതൊരു കാരണത്തിനാൽ പുണ്യം അല്ലെങ്കിൽ നന്മ ചെയ്യുന്നില്ല. കിമഹം പാപമകരവമിതി. ഏതൊരു കാരണത്തിനാൽ ഞാൻ പാപം ചെയ്തു എന്നും ചിന്തിക്കില്ല, അതായത് പശ്ചാത്താപമില്ലെന്ന്. അതായത് ഇത്രയേ ഉള്ളൂ. കിമഹം സാധുന കരവം കിമഹം പാപമകരവമിതി എന്ന് വെച്ചാൽ മഹാത്മാക്കളെ, ജ്ഞാനിയെ, ജീവൻ മുക്തനെ പുണ്യപാപങ്ങൾ സ്പർശിക്കില്ല. അയ്യോ ഞാൻ പുണ്യം ചെയ്യുന്നില്ലല്ലോ, അയ്യോ ഞാൻ പാപമാണല്ലോ ചെയ്യുന്നത്. പുണ്യപാപങ്ങളാണ് നമുക്ക് സുഖവും ദുഃഖവും ഉണ്ടാക്കി തരുന്നത്. അടുത്ത ജന്മത്തിലേക്ക് നയിക്കുന്നത് പുണ്യപാപങ്ങളാണ്. ജ്ഞാനിയെ അത് ബാധിക്കില്ല, കാരണം അവർക്ക് അടുത്ത ജന്മമില്ല. അതുകൊണ്ട് പുണ്യപാപ ചിന്തയെ അവർക്കില്ല.
സയ ഏവം വിദ്വാൻ ഏതേ ആത്മാനഗ സ്പൃണുതേ. എന്തുകൊണ്ടാണ് ഈ ജ്ഞാനനിഷ്ഠന് പുണ്യപാപചിന്ത ഇല്ലാത്തത്? അതിനുള്ള കാരണം അല്ലേ, ജ്ഞാനി ബ്രഹ്മനെ അടയുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അവിടെ പറയുകയാണ്, ജ്ഞാനനിഷ്ഠൻ പുണ്യപാപത്തെയും തന്നിൽ നിന്നും അന്യമായി കാണുന്നില്ല. സയ ഏവം വിദ്വാനേതേ ആത്മാനഗ സ്പൃണുതേ. അതാണ് എന്തുകൊണ്ടാണ് ജ്ഞാനനിഷ്ഠൻ പുണ്യപാപ ചിന്തനമില്ലാത്തത്. അതിനുള്ള കാരണം പറയുകയാണ്, ജ്ഞാനനിഷ്ഠൻ പുണ്യത്തെയും പാപത്തെയും തന്നിൽ നിന്നും അന്യമായി കാണുന്നില്ല. കാരണം പുണ്യം ചെയ്യണമെങ്കിലും പാപം ചെയ്യണമെങ്കിലും എന്ന അന്നമയം, പ്രാണമയം, മനോമയം ഇതൊക്കെ സ്വന്തമായിട്ട് എനിക്ക് വേണം. ഇതെല്ലാം പരമാത്മാവിൻ്റെ ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിന്നെ സ്വന്തമായി ശരീരമില്ലാതെ ഞാൻ എങ്ങനെ പുണ്യം ചെയ്യാനാണ്, പാപം ചെയ്യാനാണ്? അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് ജ്ഞാനനിഷ്ഠന് ബലമായി. സ്പൃണുതേ എന്ന് വെച്ചാൽ ഫേം നോളജ്, ഉറച്ച അറിവായി. ഉഭേഹേ വൈശ ഏതേ ആത്മാനഗ സ്പൃണുതേ. പാപപുണ്യങ്ങൾ ജ്ഞാനനിഷ്ഠൻ തന്നിൽ നിന്നും വേറെയായി കാണുന്നില്ല. അതുകൊണ്ട് ആ ജ്ഞാനം അയാളെ ബലപ്പെടുത്തുന്നു. ഉഭേ എന്ന് വെച്ചാൽ ഇവ രണ്ടും, ഏത് പുണ്യപാപങ്ങൾ രണ്ടും. വേഷ ഏതേ ആത്മാനഗ സ്പൃണുതേ, തന്നിൽ നിന്നും അന്യമായി പുണ്യമോ പാപമോ ഒന്നും കാണുന്നില്ല. പുണ്യം ചെയ്യണമെങ്കിലും പാപം ചെയ്യണമെങ്കിലും ശരീരം വേണം. എനിക്ക് സ്വന്തമായി ശരീരമില്ല എന്ന് തിരിച്ചറിഞ്ഞ ആളാണ് ജ്ഞാനി. അതുകൊണ്ട് അവരെ പുണ്യപാപങ്ങൾ ബാധിക്കുകയില്ല. സയ ഏവം വേദ. ആരാണോ ഈ വിധം അറിയുന്നത് അവരുടെ ജ്ഞാനം പരമാത്മാ ജ്ഞാനനിഷ്ഠയിലേക്ക് ഉയരുന്നു. ഇത്യുപനിഷദ്. ഈ വിധം പറഞ്ഞുകൊണ്ട് കൃഷ്ണയജുർവേദീയ തൈത്തരീയ ഉപനിഷത്ത് ദ്വിതീയ അധ്യായം ബ്രഹ്മാനന്ദവല്ലി സമാപ്തം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശം നോ മിത്രശം വരുണഃ ശം നോ ഭവത്തുര്യമാം ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുക്രമഃ. നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തതു വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും പ്രണാമം. അടുത്ത ക്ലാസ് മുതൽ നമ്മൾക്ക് വീഡിയോയോട് കൂടിയ ക്ലാസ് ആയിരിക്കും. അതിൽ നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് അധ്യായം 1 ഫുൾ റിവിഷനും അധ്യായം 2 ബ്രഹ്മാനന്ദവല്ലിയുടെയും സംശയങ്ങളും വീണ്ടും സിംഹാവലോകനവും റിവിഷനും നടത്തിയതിനു ശേഷമേ നമ്മൾ 3ാമത്തെ വല്ലിയായ ഭൃഗുവല്ലിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ ദയവായി മെസ്സേജ് അയയ്ക്കുക. യൂട്യൂബിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടണേ അതിടാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അയക്കണേ അതിടാം. എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതുപോലെ ചെയ്യുക. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് അവസാനിക്കാം. എല്ലാവർക്കും ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.